ഹായ് ഹലോ, നമ്മളിങ്ങനെ ഇരുന്നായിരുന്നു ഷോപ്പിനെ ഈ രൂപത്തിലാക്കിയ എൻ്റെ വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളെ ഷോപ്പിൻ്റെ വില്ലേജ് വുഡ് പേക്കർ നെയിം ബോർഡാണ്. അത് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം നമ്മൾ കടയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരം എടുക്കാനായിട്ടുള്ള പരിപാടിയായിരുന്നു. അതിപ്പോൾ ഒരു സൈറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കിട്ടി മഹാഗണി നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്ത്. അപ്പോൾ അത് ഈ കമ്പൊക്കെ നിർത്തിയിട്ട് കൊണ്ടുപോകുമ്പോൾ കയറ്റുന്നതിൻ്റെ കഷ്ടപ്പാട് അറിയാലോ. ലോഡ് ചെയ്യുന്നതിൻ്റെ നല്ല പണി തന്നെയായിരുന്നു. അത് ലോഡ് ചെയ്ത് വേറെ മരങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലാണ് അത് കയറ്റിങ്ങായിട്ട് നമുക്ക് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ അത് കൊണ്ടുവന്ന് ഒരിക്കൽ കുത്തി നിർത്തി സെറ്റ് ചെയ്ത് ഉണങ്ങാൻ നിർത്തി. അതിന് ശേഷം അതിൻ്റെ പുറത്തെ തൊലി മാത്രം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞതാണ്. കുറേയൊക്കെ ചെത്തിയതാക്കി കളഞ്ഞ് ഫുള്ള് തൊലി കളയാതെ പുറം തൊലി മാത്രം കളഞ്ഞു തന്നത്. ഇതിനെ അടിച്ച് ക്ലീൻ ചെയ്ത് പവർ വാഷ് വെച്ച് നമ്മൾ അതിനെ ക്ലീൻ ചെയ്ത്, അതായത് ഇവിടെ വരുന്ന സമയത്ത് അഴുക്ക് വരാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പവർ വാഷ് ചെയ്ത് ഉണക്കി രണ്ടാമത് ഉണക്കിയെടുത്തും നമ്മൾ കടയിൽ കയറ്റാനുള്ള പരിപാടി. കടയിൽ കയറ്റാൻ നമ്മൾ കുറേ ആളുണ്ടായിരുന്നു, നമ്മളെ കൂട്ടുകാരും അവരൊക്കെ ആയിട്ട് അത്യാവശ്യം ആളുണ്ടായിരുന്നു, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ. അതൊരു ചടങ്ങ് തന്നെ ആയിരുന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു. നമ്മളതിൻ്റെ മുകളിൽ നിർത്താൻ വേണ്ടിയിട്ടായിട്ട് ചെയ്തതാണ് സ്റ്റീലിൻ്റെ ഒരു കമ്പി ബെൻഡ് ചെയ്തിട്ട് അതിന് റാഡുകൾ ഉണ്ടാക്കി അതുപോലെ ഹുക്ക് ഇട്ടിട്ട് ചങ്ങല വെച്ചിട്ടാണ് അതിനെ ലോക്ക് ചെയ്ത്. ഇത് 4 സൈഡിലേക്ക് ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് അതിലേക്ക് ലോക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത മരമുണ്ട്. 2 പീസ് മരത്തിനാണ് നമ്മൾ ആ കടയുടെ ഉള്ളിൽ സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ വേറെ റൂമിലേക്കുള്ള ഒരു തട്ടുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കഷ്ണങ്ങൾ, അതായത് നമ്മൾ മരം മുറിക്കുമ്പോൾ വരുന്ന കുറേ വേസ്റ്റ് കഷ്ണങ്ങളുണ്ടല്ലോ, കമ്പടിച്ചിട്ടും മരത്തിൻ്റെ കട മുറിക്കുമ്പോൾ വരുന്ന വേസ്റ്റ് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് ചെറുതാക്കി നമ്മൾ കുറച്ച് തട്ടുകൾ ഉണ്ടാക്കി നാച്ചുറലായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഉണ്ടാക്കി അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് ഉണങ്ങാൻ വെച്ച് എടുത്തിട്ടാണ് ഇതിനെ റെഡിയാക്കി എടുത്തത്. ഇത് നമ്മൾ മരത്തിൻ്റെ കട മുറിച്ചത് കംപ്ലീറ്റ് അക്കേഷ്യയാണ്. അത് ഈ തട്ടിന് വേണ്ടിയിട്ട് എടുത്തുള്ളതൊക്കെ അക്കേഷ്യയാണ്. അത് തൊലി പൊളിച്ച് ഉണക്കാൻ വെക്കുന്നതാണ്. അത് മരത്തിൻ്റെ കട മുറിക്കുന്നതിൻ്റെ വേസ്റ്റാണ്, ആ വേരൊതുക്കുന്നതിൻ്റെ വേസ്റ്റ്. അത് സെറ്റ് ചെയ്തതിന് ശേഷം കടയുടെ ഉള്ളിലേക്ക് ഒരു നെയിം ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങായിട്ട് CNC അടിക്കാൻ വേണ്ടി കൊണ്ട് കൊടുത്തത്. അത് നമ്മളത് അവിടെ കൊണ്ട് കൊടുത്ത് അതിൻ്റെ കംപ്ലീറ്റ് മോഡൽ ഡിസൈൻ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്ന്. അത് കഴിഞ്ഞ് വന്ന് ഈ ഉണങ്ങിയ തട്ടിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്ത്. എൻ്റെ ലുക്ക കേളവന് അത് കഴിഞ്ഞ് നമ്മളത് കിട്ടി നെയിം CNC അടിച്ച് കിട്ടിയതിൻ്റെ കോലം ഇങ്ങനെയാണ്. ഒരു ക്ലിയർ ആയില്ല, നമുക്കതൊരു തൃപ്തിയായിട്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നെ അതിന് ഇരുന്നിട്ട് ക്ലീനിങ് ആയി പിന്നത്തെ പണി. ആദ്യം ഒരു കോട്ട് സീലർ അടിച്ച് പിന്നെ കംപ്ലീറ്റ് അതിനെ
കുത്തി അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കംപ്ലീറ്റ് എടുത്ത് നമ്മൾ മുമ്പ് ചെയ്തു തരുന്ന വർക്കായിരുന്നത് ഈ കാർപ്പൻ്റർ വർക്ക്. അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള ടൂൾസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളതിനെ ക്ലിയർ ചെയ്തെടുത്ത്. ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട് ശരിക്കും. സീലറാണ് അതിൽ അടിച്ചു കൊടുത്തത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് കുറച്ച് സീലർ മിക്സ് ചെയ്തും കയറ്റം അങ്ങനെ അടിച്ചു കൊടുത്ത് പേപ്പർ ഇടാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് ഇതൊക്കെ കൊണ്ടുവന്ന് കയറ്റി നമുക്ക് കടയിൽ ഫിറ്റ് ചെയ്യണ്ടേ, അതിനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി നമ്മൾ സ്ക്രൂമിൽ ഈ സ്റ്റീലിൻ്റെ കമ്പി വെൽഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കും. ഇത് ഫിറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രൂ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. ഇതെല്ലാവരും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ വീട്ടിൽ പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു എഫർട്ടാണ് ഇത്. ഇത് സ്പൈക്ക് ഹാങ് ചെയ്തിടാൻ, കൊളുത്തിടാൻ, ഡിസ്പ്ലേയിൽ കൊളുത്തിടാൻ വേണ്ടി ഏറ്റവും സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയത്. ഇതിലൊക്കെ എന്തെങ്കിലും നമ്മളുടെ ഇപ്പോൾ പ്രൊഡക്റ്റുകളൊക്കെ വെച്ച് ഇപ്പോൾ വെക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. കഴിഞ്ഞൊരുവിധം സെറ്റായി ഒക്കെ റെഡിയായിട്ട് ഉദ്ഘാടനത്തിൻ്റെ ഒക്കെ തയ്യാറെടുപ്പുകളായി. ഇപ്പോൾ ലാസ്റ്റ് നമ്മളതിൻ്റെ ഇടയിൽ ഒരു ഗ്രാസ് സെറ്റ് ചെയ്ത്, മരം വെച്ചേക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ഗ്രാസ് സെറ്റ് ചെയ്ത്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കുരുത്തക്കേടുകൾ. കണ്ടില്ലേ അതൊക്കെ കഴിഞ്ഞ് ഒരു പ്ലാനിങ്ങിൽ ഇരിക്കുകയായിരുന്നു നമ്മൾ കടയിൽ. ഉദ്ഘാടന പരിപാടിനെ കുറിച്ചുള്ള ചർച്ച അത് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഒരു വാൾപേപ്പർ ചെയ്യാൻ വേണ്ടി കയറ്റം ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ആളുകൾ വന്ന് അത് പുറത്തുനിന്ന് ആൾ വന്നിട്ട് ചെയ്തു തന്നതാണ്. ഒക്കെ കഴിഞ്ഞ് നമ്മളതിനെ നെയിം ബോർഡ് അതിൻ്റെ നടുക്ക് വെച്ച് അങ്ങനെ നമ്മുടെ ഉദ്ഘാടന ദിവസമായി. ആഗ്രഹമല്ലേ
അപ്പോൾ നമ്മൾ ഉദ്ഘാടന ദിവസവും കഴിഞ്ഞ് പിന്നെ ഒരുപാട് ആളുകൾ ഇതുവരെ കടകളിൽ വന്നു. ഏകദേശം നമ്മൾ 2 മാസം കഴിഞ്ഞ് 2 മാസത്തിന് മേലെയായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഒരുപാട് ആളുകൾ വന്ന് മരത്തിന്മേൽ അത് കയറി ആ മരം ഒരു പരുവായി. ഇപ്പോൾ നമ്മൾ അതുമിൽ ചെറിയ സെറ്റപ്പുകളൊക്കെ കയറി ഗ്രിപ്പ് കിട്ടാനുള്ള സെറ്റപ്പുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനി വരുന്നവർക്ക് കയറി നോക്കാനും അതിൻ്റെ കുറേ എക്സ്പീരിയൻസ് അറിയാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാ നാട്ടിൽ നിന്നുള്ള ആളുകളും ഒരുവിധം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് നമ്മൾ സ്പൈക്ക് സെറ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്, സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു കഥ. ഈ പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ കണ്ടത്. നമ്മൾ കുറച്ച് കൂട്ടുകാർ കൂടിയിട്ടുള്ള എഫർട്ടുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.